നീയൊക്കെ പറയുന്ന കഥ തന്നെ വേണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? കാശിറക്കുന്ന ഞാൻ തീരുമാനിക്കും കഥ എങ്ങനെ വേണോന്ന്. ശരത്തെ, ഇവന്മാര് നീ പറഞ്ഞ പോലൊന്നും അല്ലല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ. ഇൻഡസ്ട്രിയിൽ നമ്മുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളുടെ പേരിൽ എത്ര ഹിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു കഥ കേൾക്കാനുള്ള സെൻസ് നിങ്ങൾക്കുണ്ടോ? എവിടുന്നോ കുറെ കാശും കൂട്ടി വന്ന് അതിന്റെ പേരിലിരുന്ന് ഞങ്ങളോട് കൽപ്പിക്കരുത്. ഞങ്ങൾക്ക് എഴുത്തുകാരാകാൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. എഴുന്നേക്കട അവിടുന്ന്. എന്റെ മുമ്പിൽ വന്നിരുന്ന് എന്നോട് കൽപ്പിക്കുന്നു. എനിക്ക് നിന്റെ ഒന്നും കഥ വേണ്ട. നീയൊക്കെ പോയാലേ നിന്റെയൊക്കെ മുതുമുത്തപ്പന്മാരെ കൊണ്ടുവന്ന് കഥ പറയിപ്പിക്കും, സിനിമ ചെയ്യിക്കുകയും ചെയ്യും. നീ ഒന്ന് മിണ്ടാതിരടി. നമ്മുടെ കയ്യിൽ കോടികളായിരിക്കുന്നേ. ആരെ വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ വരുത്താം, ഇരുത്താം, കഥ പറയിക്കാം. എങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ പെടുത്തണ്ട. എവിടുന്ന് കിട്ടിയടോ ഈ വക സാധനത്തിനെ? വെറുതെ ഇൻഡസ്ട്രിയുടെ പേര് കളയാൻ വേണ്ടി കുറെ എണ്ണത്തിനെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരും. മോരിയോതൊക്കെ ഇറങ്ങി പോയിക്കോ. സുകുമാരിയുടെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കല്ലേ. നിങ്ങളൊരു തറയാണെന്ന് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നിയതാ. നിങ്ങളുടെ മുമ്പിൽ കഥ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തേ. താൻ അങ്ങോട്ട് വാ കേട്ടോ, നമുക്ക് കാണാം. കാണിച്ചു തരാം. റെഡി ഫൂൾസ്. എന്തൊരു പണിയാ മുത്തശ്ശി കാണിച്ചത്. അവര് പറഞ്ഞ കഥയ്ക്ക് എന്താ കുഴപ്പം? ഇപ്പൊ അവര് ജസ്റ്റ് ഒരു കഥയെ പറയൂ. അത് കഴിഞ്ഞ് അവരത് തിരക്കഥയാക്കുമ്പോഴേ സിനിമയുടെ രൂപത്തിൽ നമുക്ക് മനസ്സിലാവൂ. മുത്തശ്ശി, ഇങ്ങനെയായാൽ ശരിയാവില്ല. കഥ പറയാൻ വരുന്നവർക്ക് അത് മുഴുവൻ പറയാനുള്ള സൗകര്യമെങ്കിലും കൊടുക്കണ്ടേ? എടി, ഞാൻ എന്തുകൊണ്ടാ ഈ കഥ വേണ്ടെന്ന് പറഞ്ഞത്? അതെന്ത് കഥയാ? നാട്ടുപുറത്തെ ഒരു പാവപ്പെട്ട പെണ്ണ്, മൊത്തം നന്മ കണ്ടുപിടിച്ച ഒരുത്തി. അതാരാ? നിന്റെ ചേച്ചി. കാശുകാരുടെ കുടുംബത്തു നിന്ന് ഒരു നായകൻ വിദേശത്ത് പഠനവും കഴിഞ്ഞു വരുന്നു. അതാരാടി? എടി, അവനാണ് വരുൺ. അതിന്റെ ഇടയിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണാണ് നീ. അത് ശരിയാണല്ലോ, അങ്ങനെ എനിക്ക് തോന്നിയില്ല. എന്നാലേ എനിക്ക് തോന്നി. ഞാനേ ജീവിതം ഒരുപാട് കണ്ടതാ. എന്താ മുത്തശ്ശി? ഈ മുമ്പിൽ വന്നിരിക്കുന്നവര് നമ്മളെ ബഹുമാനിക്കണമെങ്കിലേ നമ്മളെ മൊത്തത്തിൽ കാണാൻ ഒരു ഇത് വേണ്ടേ? എടാ ശരത്തെ, ഒരു പ്രൊഡ്യൂസറിനെ കാണുമ്പോ ഉള്ള ഒരു ഇത്, അത് എന്നെ കാണുമ്പോ കിട്ടുന്നുണ്ടോ നിനക്ക്? അത് മാഡം അങ്ങനെ ചോദിച്ചാൽ ഇല്ല അല്ലേ? എനിക്കും അത് തോന്നിയടാ. നേരത്തെ വന്ന ആ എഴുത്തുകാരെ ഒരു ബഹുമാനവും ഇല്ലാണ്ടാ പെരുമാറിയത്. നിനക്കങ്ങനെ തോന്നിയോ മോളെ? അത് പിന്നെ മുത്തശ്ശി അവരോട് ഉടക്കുമായിരുന്നല്ലോ. പക്ഷെ മാഡം പറയുന്നതിൽ കാര്യമുണ്ട്. പറയുക, നമുക്ക് മാഡത്തിന്റെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയാലോ? എങ്ങനെ? കോപ്രായൊന്നും കാണിക്കണ്ട. പക്ഷേ ഈ രൂപത്തിൽ നിന്നൊന്നും മാറിയേ പറ്റൂ. ശരത്തെ, നമുക്ക് മുത്തശ്ശിയെ ഒരു ബ്യൂട്ടീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയാലോ? അത് ഉഗ്രൻ ഐഡിയ. അവരാകുമ്പോ മൊത്തത്തിലൊന്ന് സ്റ്റൈലിഷ് ആകും. അതൊക്കെ വേണോടാ? വേണം മാഡം. ലുക്കിലാണ് പ്രധാന കാര്യം. മാഡത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകള് മാഡത്തിന്റെ ലുക്ക് കണ്ട് ആദ്യം ഒന്ന് കിടുങ്ങണം. പിന്നെ മാഡം എന്ത് പറഞ്ഞാലും അവന്മാര് സൈലന്റ് ആയിരിക്കും. നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം മുത്തശ്ശി. ഇപ്പോഴാ മുത്തശ്ശിയുടെ ജാതകത്തെ ശുക്രൻ തെളിഞ്ഞെങ്കിലോ? എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇനി മുതൽ സുകുമാരി മാഡം പുതിയ ലുക്കിൽ, ലൈക്ക് എ പക്ക പ്രൊഡ്യൂസർ. അപ്പൊ ഇനി സുകുമാരി മാഡം ഒരു കലക്ക് കലക്കും.
ദേവ്യ ഇതുവരെ വന്നില്ലല്ലോ. അമ്മ ഈ പ്രായത്തിലെ ജീവിതം ആസ്വദിക്കല്ലേ യശോദ? രാത്രി എവിടെയെങ്കിലും പോകാനുണ്ടോ മാഡം? ഇല്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. ഡോ, എന്താ മാഡം? നാളെ ഞാൻ ഇരിക്കുന്ന ഭാഗത്തെ പതുപതുപ്പുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിടണം. എനിക്ക് നടുവേദനിച്ചിരിക്കാനൊന്നും പറ്റില്ല. ശരി. എന്നാ പൊയ്ക്കോ. വാ. ആ. അമ്മ നിക്ക. ഉം. എന്താ ദേവാ പുറകിന്ന് വിളിക്കുന്നേ? അത് നല്ല ശീലമല്ലെന്ന് അറിയത്തില്ലേ? രാവിലെ ഞാൻ അമ്മയോട് ഒരു കാര്യം സംസാരിച്ചിരുന്നില്ലേ? രാവിലെ ഞാൻ നിന്നോടും തിരിച്ച് സംസാരിച്ചിരുന്നില്ലേ? പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. കണിമംഗലത്ത് വാങ്ങിച്ച പണത്തിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. കുറച്ചെന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ട് ബാക്കിയെങ്കിലും